Hello, hi. Today we are going to talk about how to deal with inner critic. So, what is inner critic? Sometimes a voice in our head that tells us you are not good enough, you are not enough, you are not worthy enough, you're an idiot, you are failure, you messed up everything. Is it familiar for you? സോ ഇന്നർ ക്രിട്ടിക് എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു ഇൻറ്റേർണൽ വോയിസ് ആണ് ദാറ്റ് പോയിൻറ്റ്സ് ഔട്ട് യുവർ മിസ്റ്റേക്സ് യുവർ ഡൗട്ട്സ് ആൻഡ് യുവർ ഡിസിഷൻസ് ആൻഡ് വിച്ച് എക്സാജറേറ്റ്സ് യുവർ ഫെയിലിയർ. പല സിറ്റുവേഷനിലും നമ്മൾ നമ്മളെ മനസ്സിലാക്കേണ്ടയിടത്ത് ഈ ഇന്നർ ക്രിട്ടിക്കാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നീ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്, എല്ലാം നീ നശിപ്പിച്ചു, നിന്നെക്കൊണ്ടൊന്നും ആവില്ല, ഇങ്ങനെയുള്ള ഇന്നർ ക്രിട്ടിക്കാണ് ആക്ടിവേറ്റ് ആവുന്നത്. സോ വാട്ട് ഈസ് ഇറ്റ്സ് റൂട്ട് കോസ്? Mostly there are deep roots behind inner critic. Some childhood experiences can be a root cause. ലൈക്ക് നമുക്ക് ആ സമയത്ത് വേണ്ട ഒരു അറ്റൻഷനും വാലിഡേഷനും കെയറിങ്ങും ഒന്നും കിട്ടാത്തത് ഒരു കാരണമാവാം. അല്ലെങ്കിൽ വളരെയധികം ക്രിട്ടിസൈസ് ചെയ്യുന്നതും ജഡ്ജ് ചെയ്യുന്നതും ഒരു പെർഫെക്ഷനിസ്റ്റിക് എൻവയോൺമെൻറ്റിൽ നിന്ന് വരുന്ന ആൾക്കാർക്കും ഇന്നർ ക്രിട്ടിക് പതിവായിട്ടുണ്ടാകാം. ആൻഡ് ഏർലി എക്സ്പീരിയൻസ് ഓഫ് ഷെയിം ആൻഡ് ഫെയിലിയർ ക്യാൻ ഓൾസോ ബി എ റീസൺ. So there are various root causes. Now, how can we deal with inner critic? First of all, acknowledge it. This is something which makes you feel low. And very important is practice self-compassion. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അതായത് നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് അവർ സ്ട്രഗിൾ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവർക്കൊരു മിസ്റ്റേക്കോ ഫെയിലിയറോ ഉണ്ടാകുമ്പോൾ ഇതേപോലെ തന്നെയാണ് നിങ്ങൾ അവരോട് സംസാരിക്കുക. സോ മറ്റുള്ളവരോട് നമ്മൾ കൈൻഡാണ്, പക്ഷെ നമ്മുടെ കാര്യം വരുമ്പോൾ അങ്ങനെയല്ല. So show some kindness to yourself. You can practice self-affirmations as well. Like, it's okay to make mistakes. I'm human and I'm learning. Then confront and challenge your internal voice. Is this helpful or is this making me feel more worse? Then of course, reframe your words. ലൈക്ക് ഈ സിറ്റുവേഷൻ അല്ല ഒന്ന് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ അല്ല എന്നെ ഡിഫൈൻ ചെയ്യുന്നത്. I can figure this out. Then you can introduce a wise, supportive voice. Because like we have inner critic, we also have inner ally. Like, I'm proud of myself for trying. So through practice, we can deal with inner critic. Replace inner critic with inner ally, the supportive and self-encouraging voice. So that's all about the video. Thank you.